ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് ആവശ്യത്തിനുള്ള നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കണം. ഇത് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുതിർക്കാൻ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെക്കണം. ഇതിനെ നമ്മൾ 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകണം. എന്നിട്ട് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നന്നായി മുറുകെ പിഴിയുന്നത്. പിന്നെ എനിക്ക് വേറെ വെള്ളം ഒഴിച്ച് കുഴക്കാനൊന്നുമില്ല, ഇതേ വെള്ളം തന്നെയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് വേണ്ടത്. ഈ തേങ്ങ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സിലേക്ക് ഇട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് അങ്ങനെ ഈ മിക്സിലേക്കും കൂടി തേങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഞാനല്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇനി നമുക്ക് ഈ മിക്സ് സാധാരണ പുട്ട് ചൂടുന്ന പോലെ തന്നെ പുട്ടിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.